നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലയണൽ മെസ്സിയുടെ ഇൻ്റർ മയാമി. അതിനു വേണ്ടിയിട്ട് പുതിയ സൈനിങ്ങുകളിലേക്കൊക്കെ അവർ കടക്കുകയാണ്. പുറത്തേക്ക് വരുന്ന വാർത്തകളനുസരിച്ച് ഡെയ്ൻ സെൻക്ലെയറിനെ അവർ ഗോൾ കീപ്പറാക്കി കൊണ്ടുവരാൻ പോകുന്നു. നമുക്കറിയാം, സെർജിയോ റിഗൈലിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചു. അത് മികച്ചൊരു സൈനിങ് ആയിട്ട് തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഇപ്പോൾ കനേഡിയൻ ഗോൾ കീപ്പർ ഡെയ്ൻ സെൻക്ലെയർ എന്ന് പറയുമ്പോൾ അത് ചെറിയ ഡീലല്ല. 28-കാരനായിട്ടുള്ള ഡെയ്ൻ സെൻക്ലെയർ ബെസ്റ്റ് ഗോൾ കീപ്പർ, MLS-ലെ 2025 ബെസ്റ്റ് ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ്. ആ ബെസ്റ്റ് GK-യാണ് ഇൻ്റർ മയാമി സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മിന്നസോട്ടയുമായിട്ടുള്ള കരാറ് അവസാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഇനി കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അദ്ദേഹം ഫ്രീ ഏജൻ്റായിട്ട് ഇൻ്റർ മയാമിയിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ടോം ബഗേർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന MLS-ഉമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റാണ് ടോം ബോഗട്ട്. അദ്ദേഹമാണ് ഈ കാര്യം ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻസോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ്റർ മയാമി ഈസ് നിയറിങ് എ ഡീൽ ടു സൈൻ കനേഡിയൻ ഇൻ്റർനാഷണൽ ഗോൾ കീപ്പർ ഡെയ്ൻ സെൻക്ലെയർ പെർ സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. MLS-ലെ GK ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള താരം. ഹ്യൂജ് സൈനിങ് ആണ് ഇൻ്റർ മയാമിക്കിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അധികം വൈകാതെ ഈ കാര്യം ഒഫീഷ്യലാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.